അദ്ദേഹം നമ്മളെല്ലാം ഇവിടെ വരുമെന്ന് കണ്ടപ്പോൾ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുകയാണ്. പ്രകോപനപരമാണ്. വരടിക്ക് പോയിക്കൂടെ എന്നാലേ എറണാകുളത്ത് പോയ പോലെ. അപ്പോൾ പരിപാടി ഒപ്പിക്കുകയാണ്. അവിടെ വ്യാപാരി വ്യവസായിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അവരെന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത്. അവരെന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണറെ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടുക്കിക്കാർ നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ അത് അത്ര ഗുണപരമാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം വരുന്നതാണ്, പോലീസിനാണ് ഉത്തരവാദിത്വം എന്നാണ്. പോലീസിനാണ് സമാധാനത്തിന്റെ ഉത്തരവാദിത്വം, എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഒപ്പിച്ചു വാങ്ങിയതാണ്. കാരണം എന്താ, എനിക്കെതിരായിട്ട് ഇവിടെ ഇടുക്കിക്കാർ വന്നാൽ ഞാൻ ഇടുക്കിക്കാരുടെ അടുത്തേക്ക് ഞാൻ പോവും എന്നുള്ള നേരത്തെ സമരത്തിന്റെ എല്ലാം ഭാഗമായിട്ട് എടുത്തൊരു നിലപാടുണ്ടല്ലോ, അത് തന്നെയാണ് ഗവർണർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ വിശദീകരണങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകളോ ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നില വിട്ടിട്ട് കുറേ മാസമായി, കുറേ കാലമായി. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന രീതിയിൽ ഗവർണർ എടുക്കേണ്ടുന്ന നിലപാട് എടുക്കാതെ തന്നെ എത്രയോ വർഷമായി. എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായി, കേരളത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം കാണുന്ന ജനകീയ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം.